ആത്മാവിനെ ആകർഷിക്കും. മരിച്ചവരുടെ ഈ 3 വസ്തുതകൾ ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് ഗരുഡപുരാണം പറയുന്നു. ജീവിതം ലളിതവും വിജയകരവുമാക്കാൻ ഓരോ വ്യക്തിയും ഗരുഡപുരാണം വായിക്കണം. ഹിന്ദു മതത്തിലെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗരുഡപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിലെ ഒരാളുടെ മരണശേഷം ഗരുഡപുരാണം പാരായണം ചെയ്യുന്നു. സാധാരണയായി ഒരു കുടുംബത്തിൻ്റെ അംഗം മരിച്ച ശേഷം ആളുകൾ അവരുടെ സാധനങ്ങൾ ഒരു ഓർമ്മയ്ക്കായി ഉപയോഗിക്കുന്നു. ചിലർ മരിച്ചയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നശിപ്പിക്കുന്നു. ഹിന്ദു സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങളാണ് ഉള്ളത്. ഗരുഡപുരാണം അനുസരിച്ച് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെയോ മറ്റോ മരണശേഷം അവരുടെ 3 കാര്യങ്ങൾ അബദ്ധത്തിൽ പോലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഗരുഡപുരാണം അനുസരിച്ച് മരിക്കുന്ന വ്യക്തിയുടെ ആഭരണങ്ങൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇതുമൂലം മരിച്ചയാളുടെ ആത്മാവിനെ ഊർജം ആഭരണങ്ങൾ ധരിച്ച വ്യക്തിയിലായിരിക്കുമെന്നാണ് വിശ്വാസം. ഇത് നമ്മൾ മാറ്റി വാങ്ങുന്നതിൽ തെറ്റില്ല. പുതിയ രീതിയിൽ നിർമ്മിച്ച് നിങ്ങൾക്ക് ആഭരണങ്ങൾ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ മരിച്ചയാൾ മരണത്തിന് മുൻപ് നിങ്ങൾക്ക് ആഭരണങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുവാനും ആകും. ഗരുഡപുരാണം അനുസരിച്ച് മരണശേഷവും മരിച്ചയാളുടെ ആത്മാവിന് ലൗകിക ബന്ധം ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ വസ്ത്രങ്ങൾ ആത്മാവിനെ ആകർഷിക്കാൻ കഴിയും. മരിച്ച ശേഷം ആ ആളുടെ വസ്ത്രങ്ങൾ ദാനം ചെയ്യണം. ഇത് ആത്മാവിന് ശാന്തിയും മോക്ഷവും നൽകുന്നു. കുടുംബത്തിലെ ഒരാളുടെ മരണശേഷം അയാൾ കൈത്തണ്ടിൽ ധരിച്ചിരിക്കുന്ന വസ്തുക്കൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത്തരം വസ്തുക്കൾ ധരിക്കുന്നത് നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ മരിച്ചയാളുടെ ചരട്, വള എന്നിവ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്.